ദജ്ജാലിസത്തിന്റെ റൂട്ട് പരന്ന് കിടക്കുക. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന, ആഖിർ സമാനിൽ ദജ്ജാലിങ്ങളാണ് ഉണ്ടാവുക. ദജ്ജാലി കദ്ദാബൂന, പച്ച നുണ പറയും. പക്ഷേ ജനമധ്യത്തിൽ അത് ശരിയാണെന്ന് ജനം ധരിച്ചു. യഅ്തൂനകും, അവർ നിങ്ങളുടെ അടുത്ത് വരും, മിനൽ അഹാദീസി, ചില വൃത്താന്തങ്ങളാൽ, ബിമാലം തസ്മഉ അൻതും, നിങ്ങൾക്ക് തന്നെ പണ്ട് അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ല, വലാ ആബാഉകും, നിങ്ങളുടെ പൂർവികരും കേട്ടിട്ടില്ലാത്ത വാർത്തകൾ അവർ പറയും. അതായത് നിങ്ങൾക്കും ആ വാർത്ത പരിചയമില്ല. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളെ ബാപ്പമാർക്കും പരിചയമില്ല, ബാപ്പാൻ്റെ ബാപ്പാക്ക് പരിചയമില്ല, അങ്ങനെ പരിചയമില്ലാത്ത വർത്തമാനങ്ങൾ പറയും. ഹിദായത്തിനെ നമ്മൾ കണ്ടെത്തണം. അത് വരും, അത് ഇവിടെ ഉണ്ട് ഈ ഭൂമിയിൽ. അത് കണ്ടെത്തൽ. ഹിദായത്ത് കണ്ടെത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ആ ഹിദായത്തിൻ്റെ നേരെ ആൻറ്റി ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ കണ്ടെത്തണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഹിദായത്തിനെ അറിയാതെ എവിടേക്ക് പോവും? വലാലത്തിലേക്ക് പോവും. അതിനേറ്റവും വലിയ പ്രശ്നം വലാലത്താണ്. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ് മദ്യം കഴിഞ്ഞ് പറയുന്ന ഫാത്തിഹ ഖൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, പിഴച്ചവരിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞത്. ആ പിഴച്ചവർ ആര്? എങ്ങനെ പിഴക്കും? അത് ഞങ്ങൾ അറിയാതെ. അതെന്ത് വർത്താനായി ഈ പറയണത്? അറിയാതെ. അങ്ങനെ അറിയാതെ എന്നുള്ള പ്രശ്നം അവിടെ പറ്റൂല. അത് നിനക്ക് ജാമ്യവും മാന്യവും വേണം. ജാമ്യ നീ ഒരുമിച്ച് കൂട്ടേണ്ടത്, മാന്യ നീ ഒഴിവാക്കേണ്ടത്. മനസ്സിലായില്ല? ഏതൊരു കാര്യത്തിൽ ജാമ്യ മാന്യ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഒരു വണ്ടി എടുത്ത് വരികയാണെങ്കിൽ ആ വണ്ടിയിലൊരു ജാമ്യമുണ്ട്, മാന്യമുണ്ട്. എന്താ ജാമ്യ? ജാമ്യ പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, അതിൽ ഒരുമിച്ച് കൂട്ടേണ്ട പെട്രോൾ ഉണ്ടോ, സിഗ്നൽസൊക്കെ ക്ലിയർ ആണോ, ആക്സിലേറ്റർ കൃത്യമായി ചവിട്ടിയിട്ട് പോകുന്നുണ്ടോ, മറ്റേ എന്താ പറയുക, സ്റ്റെയറിങ് പിടിക്കുമ്പോഴത്തേന് തിരിയുന്നുണ്ടോ, അതൊക്കെ ജാമ്യാത്തുകളാണ്. അതിൻ്റെ മാന്യാത്തുകളാണ് എന്ത്? അപശബ്ദങ്ങൾ വണ്ടിയിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ, അതിന് മാന്യാത്ത. അപ്പോൾ ഒരു അപശബ്ദം പുറപ്പെട്ടാൽ ഉടനെ ഇറങ്ങിയിട്ട് നോക്കണം എന്തേപ്പോൾ പറ്റിയേ. കാരണം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായ വഴിയിൽ നിന്നു. ഇപ്പം 4 ആളുള്ളോടത്താണ്, കുറച്ച് ഇനി കാട്ടിലേക്കൊക്കെ കാരണം പിന്നെ അവിടെ ആനക്കൂട്ടത്തിൽ നിന്ന് അവിടെ പെട്ടു. മനസ്സിലായില്ല? അപ്പോൾ ഒരു കാര്യത്തിൽ ജാമ്യവും ഉണ്ടാകണം, മാന്യം. 2 കാര്യം എന്തിലുണ്ട്? ജാമ്യ, മാന്യ. ജാമ്യ ജാമ്യ ആ പെണ്ണിട്ട നല്ല സുഖമാണ്. പെണ്ണുങ്ങൾ പരിക്ക് പിരിഞ്ഞു പോകാം, അങ്ങനെ പോകാം, അങ്ങനെ പോകാം. അപ്പോൾ പെണ്ണിട്ടി മാന്യ. മനസ്സിലായില്ല? എന്താ മാന്യ? ഓൾക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും. കൺമഷി, സോപ്പ്, കൺമഷി, ഇറച്ചി, മീന്, ഇതൊക്കെ ഓൾക്ക് വാങ്ങി കൊടുക്കണം. എല്ലാ സാധനവും കൊടുക്കണം. ഓരോ കല്യാണത്തിനും പുതിയ പുതിയ ചുരിദാർ വാങ്ങിക്കൊടുക്കണം. സൽക്കാരത്തിന് വേറെ വേറെ വാങ്ങിക്കൊടുക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓൾക്ക് മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കണം, മൊബൈൽ വാങ്ങിക്കൊടുക്കണം. ഇതൊക്കെ അതിൻ്റെ മനസ്സിലായ പറഞ്ഞത്. ഇതൊക്കെ അതിൻ്റെ മവാനിയകളാണ്. അതിന് പൈസ ഉണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി. അതിന് കഴിയൂലെങ്കിലോ ഫഅലൈക ബിസ്സൗമി, എനിക്ക് ജാമ്യമുണ്ട്, മാന്യമില്ല. ഫഅലൈക ബിസ്സൗമി, എന്നു നോമ്പോറ്റോ. എന്ത് കാര്യത്തിനും ജാമ്യവും മാന്യമുണ്ട്. അപ്പൊ ഹിദായത്തിന് വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. മനസ്സിലാണ് പറഞ്ഞത്. നമ്മളെ പങ്കള ലക്ഷ്യം ഹിദായത്താണ്, വേറെ രണ്ടാമത്തെ ലക്ഷ്യമില്ല. അതുകൊണ്ടാണ് ഒരൊറ്റ നിർബന്ധ പ്രാർത്ഥനയുള്ളൂ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് നിർബന്ധ പ്രാർത്ഥനയല്ല, നല്ലൊരു പ്രാർത്ഥന. റബ്ബന ഗ്ഫിർ ലനാ എന്നൊക്കെ ഇതൊക്കെ പറയുന്ന വാക്കുകളൊക്കെ സുന്നത്തായ പ്രാർത്ഥനകളാണ്. അതേസമയത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നിർബന്ധ പ്രാർത്ഥന. അതും 17 വട്ടം നിർബന്ധം. 17 വട്ടം ആ പ്രാർത്ഥന നിർബന്ധം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്തുകൊണ്ട്? നീ ഇവിടെ വന്നത് എന്തിനല്ല, വേറെ ഒന്നിനുമല്ല. പടച്ചോനെ എനിക്ക് ആരോഗ്യം തരണേ നിർബന്ധമാണോ? അല്ല, നിർബന്ധ പ്രാർത്ഥനയല്ല. എനിക്ക് ദീർഘായുസ് തരണേ, ആഫിയത്ത് തരണേ, സുന്നത്തെ പ്രാർത്ഥനയാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. അതേ സമയത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നിർബന്ധ പ്രാർത്ഥന, ജാമ്യ. അത് കിട്ടിയാലേ നടക്കൂ. അപ്പോൾ അതിൻ്റെ മാന്യം മനസ്സിലാക്കണം. ഒരു ക്ലാസ് നടന്നാൽ നല്ലതാണ്, നല്ല ഉഷാറുമായിക്കാതെ. ഇനി അതിനൊരു മവാനിയകളുണ്ട്.
എന്താ മവാനിയ? അതിൻ്റെ ഇടയിൽ നോയ്സ് കയറാൻ പാടില്ല. അപ്പം ഇന്നലത്തെ പ്രഭാഷണത്തിൽ ചെറിയ നോയ്സ് കയറി. അപ്പോൾ നമ്മൾ അതിൻ്റെ സൗണ്ട് എഞ്ചിനീയറെ കൊണ്ടുവന്നു. അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹമാണ് അത് കീപ്പ് ചെയ്യുന്നത്. ഓരോന്നിലും എന്തുകൊണ്ട് അതിൻ്റെ മവാനിയ പ്രശ്നമാണ്. അതിൻ്റെ സുഗമമായ നടത്തിപ്പ് അവിടെ പ്രയാസകരമാവും. എന്തും അങ്ങനെയാണ്, നിർബന്ധമാണ്. ജാമ്യ ഉണ്ടെങ്കിൽ മാനിയ അറിഞ്ഞിരിക്കണം. കാരണം അതിൻ്റെ തടസ്സങ്ങളാണ് മവാനിയകൾ. മാനിയൻ്റെ ഭോജനാണ് മവാനിയ തടസ്സങ്ങൾ. ഓരോന്നിനും നമ്മൾ ഒരു പീടിയ കച്ചവടക്കാരൻ പീടിയ നടത്തണ കണ്ടു. അവൻ പീടിയിൽ ഇരിക്കണോ, പൈസ എണ്ണണോ, അങ്ങനെ പൈസ വിൽക്കണോ കൊടുക്കണം. അപ്പം നമുക്ക് പറഞ്ഞ കച്ചവടം ഭയങ്കര ഉഷാറാണല്ലോ. ഓൻ എന്ത് പഠിച്ചില്ല? മാനിയെ പഠിച്ചിരുന്നെങ്കിൽ കച്ചവടം തുടങ്ങൂല. അതുകൊണ്ടോട്ട് പൂട്ടൂല. തുടങ്ങാതെ പിന്നെ പൂട്ടൂലല്ലോ. മാന്യ പഠിച്ചിട്ട് ജാമ്യ പഠിച്ചാൽ കച്ചവടം പൂട്ടൂല. ആദ്യം നീ പഠിക്കേണ്ടത് അതിൻ്റെ നെഗറ്റീവ്സാണ്. ഒരു കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് പഠിക്കണം. അതതിൻ്റെ മവാനിയാണ്. ആ നെഗറ്റീവ്സ് പഠിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെട്ടാൽ ആ നെഗറ്റീവ്സിനെ മറികടക്കാനുള്ള പഠനമാണ് പിന്നെ നടത്തുക. അതിന് നീ മറികടക്കൽ നിനക്ക് ഈസിയായി മാറിയാൽ ജാമ്യ നിസ്സാരാണ്. ഏത് ജാമ്യനെയും പ്രയാസപ്പെടുത്ത മാന്യാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി എങ്ങനെ? അപ്പോൾ ഹിദായത്തിന് വേണ്ടി നമ്മളിത് ചെയ്യുന്നത്. അപ്പം അതിന് മവാനിയായി പഠിക്കൽ അവിടെ നിർബന്ധം. എന്താ ഈ മവാനിയായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിയാതെ ഞാനടായി അങ്ങനെ പറയാൻ പറ്റൂല. അത് അറിയാതെ ഇത് ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങൾ നാടന്മാരല്ലോ ഉസ്താദെ, ഞങ്ങൾക്കതൊന്നും ആ വർത്താനം പറയാൻ പറ്റൂല. ഒരു മസ്അല അറിയാത്തതിന് നിനക്കത് പറയാം. എന്തുകൊണ്ട്? മസ്അല ഇവിടെ എല്ലാവർക്കും അറിയൽ നിർബന്ധമൊന്നും ഇല്ല. ഹിദായത്തും വലാലത്തും അറിയൽ നിർബന്ധം. ഹിദായത്തും വലാലത്തും അറിയൽ നിർബന്ധം. കാരണം ഹിദായത്തിന് വേണ്ടിയാണ് നീ ഈ ഭൂമിയിൽ ടോട്ടൽ. എന്തിന് നീ ഇവിടെ ഒരു സെക്കൻഡ് ജീവിച്ചു? ഹിദായത്തിന്. അതിൻ്റെ തടസ്സമാണ് എന്ത്? വലാലത്ത്. അതുകൊണ്ട് തടസ്സം അറിയണം. തടസ്സം അറിയാതെ ജാമ്യയിൽ എന്തൊരു കാര്യം പറയുമ്പോൾ ബോധമുള്ള ആളോട് പറയാം, ഇനി അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ അതൊന്ന് പറയാം. ചില തടസ്സങ്ങൾ നമുക്ക് നിസ്സാരമായിരിക്കും. നല്ല പെണ്ണാണ്, ഉഷാറാണ്, നല്ല ചുരുക്കുണ്ട്, ഒക്കെ ഉഷാറാണ്, നല്ലതാണ്, കണ്ട് നല്ല തറവാട്ടിട്ടാണ്, നല്ല ഫോട്ടാണ്, നല്ലതാണ്, ഒക്കെ ഉഷാറാണ്. അല്ല, നീ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നം പറയും. ആ പ്രശ്നമൊന്നുമില്ല. ഓൾക്ക് ബാപ്പാക്ക് ദുബായിൽ കച്ചവടമായതുകൊണ്ട് മാസത്തിൽ ഒരു വട്ടെങ്കിലും ദുബായി പോയി 2 ആഴ്ച കണ്ടിരും. ആദ്യം പറ്റൂല. കഴിഞ്ഞു. മാനിയെ പറഞ്ഞപ്പോൾ മാനിയോട് സംഗതി നല്ല ചുരുക്കുള്ള പെണ്ണാണ്, ഉഷാറാണ്, എല്ലാം ജാമ്യമൊക്കെ നമ്മൾ ആഗ്രഹിച്ച ജാമ്യാത്തുകളൊക്കെ ഉണ്ട്. പക്ഷെ മാനിയുണ്ട്. എന്താ മാനിയെ? അവള് ബാപ്പാൻ്റെ അടുത്ത് ദുബായിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കഴിയാതെ വരില്ല. ആദ്യം നോക്കണം. ഒരു മാനിയോണ്ട് നമ്മളത് മാറ്റിച്ചു. നല്ല പശുവാണ്, നല്ല 10 ലിറ്റർ പാല് തരും, നല്ല ഉഷാറാണ്. 10 ലിറ്റർ പാലിന് എത്ര? 1 ലിറ്ററിന് 50 റുപ്യ 60 റുപ്യ എന്താണെങ്കിലും സൊസൈറ്റി കൊടുത്താൽ കിട്ടും. 10 ലിറ്റർ പറഞ്ഞാൽ 600 റുപ്യ. 600 റുപ്യ മതിയല്ലോ. ഇപ്പം ചായയും കടിയും മീനും കൂട്ടാനും ഒക്കെ വാങ്ങാം. ആയിക്കോട്ടെ, നമുക്ക് പശുവിനെ വാങ്ങാം. എത്ര പശുവിന് വില? 25,000. പക്ഷേ ഞാൻ മാനിയാത്ത് പഠിക്കണം. എന്താണത്? ഇനി പുല്ല് കൊടുക്കണം. അതിനാവൂല. പിന്നെ ജാമ്യം എടുക്കരുത്. കറക്കാൻ സമ്മതിക്കൂല. അത് ചിലപ്പോൾ ചവിട്ടിയാൽ എൻ്റെ അവിടെ അടക്കം പോവും. മനസ്സിലായില്ലേ? മാനിയാത്ത് പഠിക്കൽ നിർബന്ധം. അതാണ് വലാലത്ത്. ഹിദായത്തിന് അത് നമ്മക്കറിയില്ല. മൗലിയരെ ആ വർത്താനം പറയരുത്. നമുക്ക് ഉള്ളൂൻ്റെ ഷർത്ത് അറിയില്ല എന്ന് പറയാം. ഫർള് അതൊന്നും ഹിദായത്തല്ല. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. നീ അത് ഉളു ചെയ്യാൻ നേരത്ത് ചോദിച്ചാൽ മതി. ഒരാളോട് അപ്പുറത്തെ പിന്നെ ഉളുവിൻ്റെ ഷർത്തും ഫർളൊക്കെ പറഞ്ഞാൽ അതൊരു മിനിറ്റ് കൊണ്ട് പഠിക്കാം. ഹിദായത്ത് അങ്ങനെയല്ല. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതിൻ്റെ ശത്രുവാണ് എന്ത്? വലാലത്ത്. നന്നാകാൻ പോയി കാഫറായ കോടികൾ പോയി ജീവിച്ച ഭൂമി. അത് നന്നാകാൻ പോയിട്ടൊരു കാഫറായി. ചില നിസ്കരിക്കാത്ത തൊരിയക്കത്തുകളും മറ്റൊക്കെ ഉണ്ട്. ഓരൊക്കെ അവരെ തേടിപ്പോയ ആളുകൾ എന്തിനു പോയതാ? നന്നാൻ പോയത് കാഫറായില്ലേ?
അതിൻ്റെ അകത്ത് നിസ്കരിച്ചിട്ട് കാഫറാവുമെന്നല്ല ഞാൻ പറഞ്ഞത്. അതേസമയത്ത് അങ്ങനത്തെ എത്രയെത്രയോ നൽകാര്യങ്ങൾ അവർ നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ അസല് കാഫറായ വ്യക്തിയായിരിക്കും, ആ വ്യക്തിൻ്റെ പിന്നാലെ നടക്കും, നന്നാകാൻ പോയിട്ട് കാഫറായി. ഇപ്പം എന്താ അപ്പം ലലാലത്തിനെ പഠിക്കണം. എന്താ ലലാലത്ത്? ലലാലത്ത് എന്നാൽ ലലാലത്ത് എന്നാൽ العدول عن الطريق المستوي عمدا أو خطأ. العدول عن الطريق ഇതിൻ്റെ ഡെഫിനേഷനാണ്. ലലാലത്ത് എന്നാൽ അൽ-ഉദൂലു അനി ത്വരീഖിൽ മുസ്തവി, ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റുക. അംദൻ കരുതിക്കൂട്ടിയോ ഔ ഖത്അൻ പിഴച്ചിട്ടോ. കരുതിക്കൂട്ടിയോ പിഴച്ചിട്ടോ ആണെങ്കിൽ പോലും ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റുന്നതിനാണ് എന്ത് പറയുക? ദലാലത്ത്. അപ്പൊ അറിഞ്ഞ് തെറ്റിയാലും ദലാലത്താണ്, അറിയാതെ തെറ്റിയാലും ദലാലത്താണ്. എന്തുകൊണ്ട്? അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താ? അറിയൽ നിർബന്ധ, അറിയൽ നിർബന്ധ, അതാണ് ദലാലത്ത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അസ്സുലൂക്ക് ഫി ത്വരീഖിൽ മുസ്തവി, ശരിയായ മാർഗത്തിൽ പ്രവേശിക്കലാണ് എന്ത്? അതാണ് ഹിദായത്ത്. പിന്നെ പോയാൽ മതി. പിന്നെ അവിടുത്തെ ഒരു തള്ളലുണ്ട്, ആ തള്ളനെ കൊണ്ടുപോകും ചെയ്യും. വണ്ടിയില്ലാതെ പോയി കിട്ടിയാൽ മതി. അവസാനം വഴിയിൽ വീണ് കിടക്കുന്നവരെ കൊണ്ടുപോകാൻ വണ്ടിയെങ്കിലും ആ റൂട്ടിൽ, വണ്ടി വരുന്ന റൂട്ടാണ്, വണ്ടി വരുന്ന റൂട്ടിൽ ഒരാൾ വീണാലും വണ്ടി എന്ത് ചെയ്യും? അതിൽ വണ്ടി വരും, അടുത്ത വണ്ടി എടുത്തിട്ടുണ്ടോ? വഴി തെറ്റിയാലോ അവൻ ആരും ഉണ്ടോ? അവന് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ ശരിയായ റൂട്ട്. ആ റൂട്ടിൽ ഒന്ന് വീണ് പോയാൽ പോലും എന്നെ രക്ഷപ്പെടുത്താൻ ആളുണ്ടാവും. കാരണം ബാക്കിലുള്ള വണ്ടിക്കാരെടുത്തിടും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആൾ വീണിട്ടുണ്ടോ നോക്കാൻ വണ്ടിയോടെ വേറെ വരും. പേടിക്കണ്ട. അവിടെ റസൂലുള്ളാഹിന്റെ നോട്ടെത്തുന്നുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹിന്റെ നോട്ടമുള്ള റൂട്ടാണ്. അള്ളാഹിന്റെ ഹബീബിന്റെ നോട്ടമുള്ള റൂട്ടാകുമ്പോൾ ഇജ്ജ് പേടിക്കുന്ന വേണ്ട. അതിൻ്റെ അപ്പുറത്തേക്ക് നോട്ടല്ല. ത്വരീഖുൽ മുസ്തഫയിലേക്ക് നബി നോക്കുക. അവിടെയുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാനാണ് മുസ്തഫ നബിനെ അള്ളാഹ് ഏൽപ്പിച്ചത്. അതായത് അതിന് സബബാവുക എന്നർത്ഥം. ആ ഹിദായത്തിന് നബി സബബാവും എന്നർത്ഥം. നേരെ മറിച്ച് മനസ്സിലാവുണ്ട്. അത് ഞങ്ങൾക്ക് അറിയൂല. ഞാൻ ദജ്ജാലിസത്തിന്റെ റൂട്ട് പരന്ന് കിടക്കുക. കൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന, ആഖിർ സമാനിൽ ദജ്ജാലിയങ്ങളാണ് ഉണ്ടാവുക. ദജ്ജാലിയങ്ങൾ കദ്ദാബൂന, പച്ചന്നുണ പറയും. പക്ഷെ ജനമധ്യത്തിൽ അത് ശരിയാണെന്ന് ജനം ധരിച്ചു. യഅ്തൂനകും, അവർ നിങ്ങളുടെ അടുത്ത് വരും, മിനൽ അഹാദിസി, ചില വൃത്താന്തങ്ങളാൽ, ബിമാ ലം തസ്മഉ അൻതും, നിങ്ങൾക്ക് തന്നെ പണ്ട് അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ല, വലാ ആബാഉകും, നിങ്ങളുടെ പൂർവികരും കേട്ടിട്ടില്ലാത്ത വാർത്തകൾ അവർ പറയും. അതായത് നിങ്ങൾക്കും ആ വാർത്ത പരിചയമില്ല. നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങളെ ബാപ്പമാർക്കും പരിചയമില്ല, ബാപ്പാന്റെ ബാപ്പാക്ക് പരിചയമില്ല. അങ്ങനെ പരിചയമില്ലാത്ത വർത്താനങ്ങൾ പറയും. മനസ്സിലാവുന്ന പറഞ്ഞത് അങ്ങനെ. ഇപ്പൊ നമ്മൾ ഷാഫിഈയാണ്. ഷാഫിഈ എന്ന് പറഞ്ഞാൽ സുമ്മല്ലദീന യലൂനഹും എന്നതിൽപ്പെട്ട ആളാണ് നമ്മൾ. ഷാഫിഈ മദ്ഹബ് അത് പരിചയമുണ്ട് ഇവിടെ. ഹിജ്റ മനസ്സിലാണ്ട് പറഞ്ഞത് 150 ജനിച്ചിട്ട് 204 വഫാത്തായ ആളാണ് ആര്? ഇമാമുന ഷാഫിഈ. അവര് 3 നൂറ്റാണ്ടാണ് ഉത്തമ നൂറ്റാണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂൻ. ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത്. അപ്പൊ തൊട്ടടുത്ത നൂറ്റാണ്ടുകാരനാണ് ആര്? ഇമാമുന ഷാഫിഈ. അപ്പം ആ ഷാഫിഈ ഇമാമിന്റെ റൂട്ട് പറഞ്ഞാൽ ഇന്ന് വരെയുള്ള ഒരാൾക്കും പരിചയമില്ലാത്തതില്ല. പിന്നെ നമ്മൾ അശ്അരികളാണ്. അബുൽ ഹസൻ അശ്അരി തങ്ങൾ 3-ാം നൂറ്റാണ്ടുകാരനാണ്. അപ്പൊ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ലോകം മുഴുവനും അറിയുന്ന മഹാന്മാരെ ഇവര്. ലോകം കണ്ട പിൽക്കാലക്കത്തെ ആളുകളൊക്കെ ഈ മാർഗത്തിലാണ്. ബഹുമാനപ്പെട്ട മഹാനായ യഹ്യ ഇബ്നു ശറഫ് നവവി, ഇമാം നവവി ഷാഫിഈയുമാണ് അശ്അരിയുമാണ്.
ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ശാഫിഈയുമാണ് അശ്അരിയുമാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു ശാഫിഈയുമാണ് അശ്അരിയുമാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി ശാഫിഈയുമാണ് അശ്അരിയുമാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശാഫിഈയുമാണ് അശ്അരിയുമാണ്. ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് ശാഫിഈയുമാണ് അശ്അരിയുമാണ്. ശിഹാബ് തങ്ങൾ ശാഫിഈയുമാണ് അശ്അരിയുമാണ്. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ വാപ്പമാരും നമ്മൾ പഴയ കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്താനങ്ങളാണ് ഈ പറയുന്നത്. എന്നാൽ അവസാന കാലത്ത് ചില ആളുകൾ വരും, അവർ നിങ്ങൾക്കോ നിങ്ങളെ പിതാക്കന്മാർക്കോ പോലും പരിചയമില്ലാത്ത വർത്താനങ്ങളാണ് പറയുക. ഫഇയ്യാക്കും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അവര് ഒരിക്കലും അവരെ പിന്നാലെ പോകരുത്, അവർ നിങ്ങളെ പിഴപ്പിക്കും എന്ന് പുണ്യ റസൂൽ. അവരെ ശ്രദ്ധിക്കണം, അവരെ സൂക്ഷിക്കണം. അവരുടെ അവസാനം മസീഹ് ദജ്ജാൽ വരും. ഇവരെ നബി പരിചയപ്പെടുത്തിയത് ആരെന്നാണ്? ദജ്ജാലൂന. അതാണ് ദജ്ജാലിസം. കാരണം ദജ്ജാൽ ഒരു വ്യക്തിയാണല്ലോ. പക്ഷെ ആ വ്യക്തിയുടെ ആശയം ഇവിടെ ലോകത്തിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. ആ ആശയങ്ങൾക്കൊക്കെ വക്താക്കളുണ്ട് ഏത് കാലത്തും. നമ്മളിപ്പോൾ ഇവിടെ ഈ 10 ആയത്ത് പ്രധാനമായും പഠിക്കുന്നത് എന്തൊഴിവാക്കാനാണ്? ദജ്ജാൽ ഒഴിവാക്കാനല്ലേ കുട്ടികളെ? ദജ്ജാൽ വന്നിട്ടില്ലെങ്കിലും ദജ്ജാലിസം ഉണ്ടാവും. ദജ്ജാൽ എന്നോ വരും, പക്ഷെ എന്നും എന്തുണ്ട്? ദജ്ജാലിസല്ലാത്തൊരു കാലം ഉണ്ടാവില്ല. അപ്പൊ അതിൽ പെട്ടുപോകുക എന്നുള്ളത് സർവ്വസാധാരണ പെട്ടുപോയാൽ കഴിഞ്ഞു. അത് ഞാൻ പെട്ടതാണ്, അത് പറയുവാൻ പറ്റൂല. എന്തുകൊണ്ട്? പെടാതിരിക്കൽ അറിയുക എന്നത് നിനക്ക് നിർബന്ധം, 100% നിർബന്ധം. ഇവിടെ 1 മിനിറ്റ് ഭൂമിയിൽ നീ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളൊരു വ്യക്തിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് ചായ കിട്ടുക എന്നല്ല നിനക്കറിയേണ്ടത്, എവിടെയാണ് പൊറാട്ട കിട്ടുക എന്നല്ല നിനക്കറിയേണ്ടത്. എങ്ങനെയാണ് എൻ്റെ ഈ ഫിത്രത്തു സലീമത്ത്, അതായത് ഇന്നെ പടച്ചതാണ് എന്ത്? ഫിത്രത്തു സലീമത്ത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. നീ നിന്റെ മുഖം ദീനിലേക്ക് തന്നെ തിരിച്ചു വെക്കണം. അതായത് ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ, സൂറത്ത് റൂം 30-ാമത്തെ ആയത്ത് എഴുതിച്ചോളി. അതാണ് വജ്ഹതു വജ്ഹി. മനസ്സിലായില്ല? നീ നിന്റെ മുഖം ദീനിലേക്ക് തന്നെ തിരിച്ചു വെക്കണം. ദീന് എന്നാൽ എന്ത്? വാട്ട് ഈസ് ദ ദീൻ? അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. മനുഷ്യന് പടച്ച തമ്പുരാൻ പ്രകൃതിയിൽ സൃഷ്ടിപ്പിൽ തന്ന ആദ്യാവസ്ഥയാണ് എന്ത്? അതാണ് ദീൻ. അതാണ് ദീൻ, ആദ്യാവസ്ഥ. അപ്പം നീ ആ ആദ്യാവസ്ഥയാണ് ഹിദായത്ത്. എല്ലാവരും ജനിച്ചത് എന്തിലാണ്? ഹിദായത്തിലാണ്. ഇവിടെ ഇസ്ലാമിക കൺസെപ്റ്റും മറ്റ് ചില മതങ്ങളുടെ വീക്ഷണങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമാണ് അവിടെ. അതായത് മനുഷ്യൻ പാപിയായി ജനിക്കുന്നു എന്നതിന് പകരം മനുഷ്യൻ ഏറ്റവും ശുദ്ധനായി ജനിക്കുന്നു എന്നതാണ് ഇസ്ലാം കൺസെപ്റ്റ്. അതങ്ങനെയല്ല. ഒരു കമ്പനി ഒരു പാത്രം ഇറക്കുകയാണെങ്കിൽ, ഒരു മെറ്റീരിയൽ ഇറക്കുകയാണെങ്കിൽ അതതിൻ്റെ ശുദ്ധതയിൽ ഇറക്കുക. ഏറ്റവും അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയിൽ വൃത്തിയാക്കിയിട്ടല്ലേ ഇതിറക്കുക. ഇത് ചെളിയിൽ ഇറക്കിയിട്ട് പിന്നെ നമ്മൾ നന്നാക്കല്ല. പിന്നെന്താണ്? അത് ഏത് പ്രൊഡക്റ്റും അങ്ങനെ അല്ലേ? പറയും കുട്ടിയാണ്, ഏത് പ്രൊഡക്റ്റും അതിൻ്റെ ശുദ്ധിയിൽ ഇറക്കുമ്പോഴാണ്. അതാണല്ല ആ പ്രൊഡ്യൂസറുടെ ഏറ്റവും വലിയ മഹത്വം അതാണ് അല്ലേ? പിന്നീട് നാശമായി പോവുകയുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ ആ പ്രൊഡ്യൂസർ ഒരു കാരണവശാലും എന്ത് ചെയ്യൂല, ഒരു പ്രൊഡക്റ്റിനെ വൃത്തികേടാക്കി ഇറക്കൂല. അപ്പൊ അതാണ് ഹിദായത്ത്. ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. മനുഷ്യർക്ക് അല്ലാഹു തആല ജന്മനാ നൽകിയ ആ പ്രകൃതിദത്തമായി നിനക്ക് നൽകിയ, പ്രകൃതിദത്തം എന്ന് പറയുന്നത് പദം അത്രയേ ഉള്ളൂ. പടച്ചോൻ പ്രകൃതിയായി നിനക്ക് നൽകിയ ആ അവൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും മനോഹരമായ ആ പ്രകാശമയമായ ആ ശുദ്ധാവസ്ഥയാണ് എന്ത്? അതാണ് ദീൻ, അതാണ് ഹിദായത്ത്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിയിട്ട് അപ്പുറത്തും ചെളി പിടിക്കുക. ഇതിനൊരു കേസ് ഉണ്ടാവും, അതുണ്ടാവും, പലതുണ്ടാവും. ഇതിൽ കൊച്ച് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അതിൻ്റെ മേലെ പാക്ക്, ഇങ്ങനെയൊക്കെ. ഇനി നമ്മൾ അവിടെ ഇവിടെ വിടുമ്പോൾ ഇതിൽ എന്ത് വരും? ചെളി വരും. നീ ചെളി വരാതെ ഇത് വെക്കാൻ നീ പഠിക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും ചെളി വന്നാൽ നീ അതെന്ത് ചെയ്യണം? തുടച്ചുകൊണ്ടേയിരിക്കണം അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഈ പ്രൊഡക്റ്റിനെ ഈ കമ്പനി നൽകിയത്? എങ്ങനെയാണ് താനും
അതിമനോഹരമായ വൃത്തിയിലാണ്. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം. നീ നിന്റെ മുഖം ദീനിലേക്ക് തന്നെ തിരിച്ചു വെക്കണം. അതായത് എന്താണ് ദീൻ? ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ. അല്ലാഹു മനുഷ്യനെ ആദ്യമായി പടച്ച ആ ശുദ്ധാവസ്ഥയാണ് ഫിത്രത്ത്. ലാ തബ്ദീല ലിഖൽഖില്ലാ. അല്ലാഹു സൃഷ്ടിച്ച ആ ശുദ്ധാവസ്ഥയെ നീ ഇല്ലാതെയാക്കരുത്. ആ ശുദ്ധാവസ്ഥ നീ മാറ്റരുത്. നീ ആ ശുദ്ധാവസ്ഥയിൽ നിലനിർത്തണം. അപ്പം നീ ഇവിടെ ജീവിക്കുന്ന ഓരോ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഓരോ വ്യക്തി ഓരോ സെക്കൻഡിലും ചിന്തിക്കേണ്ട എന്താ? എൻ്റെ ശുദ്ധാവസ്ഥ നിലനിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ശരിയായ മാർഗം. അപ്പോൾ നീ എന്തൊക്കെ പഠിക്കണം? അതിലെ പോയ ചെളിയാണ്, ഇതിലെ പോയ ചെളിയാണ്. ഒരു വെള്ളം കിട്ടി നിൽക്കുന്ന വഴിയിലൂടെ പോവുകയാണെങ്കിൽ മുന്നിൽ പോയ ആൾ പറയും, അതിലെ പോരണ്ടട്ടാ, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടതാണ്, ഇങ്ങനെ വന്നാളി. ആ വരമ്പ് കുറച്ചും കൂടി ദൂരമുണ്ട്, എന്നാലും അങ്ങനെ വന്നാളി, ചെളിയാവില്ല. അങ്ങനെ പറയാറുണ്ടോ? അപ്പം നമ്മളവിടെ മറ്റയാളെ മുമ്പറ്റണം. നമ്മൾ മുന്നിൽ കാണുമ്പോൾ അത്ര വലിയ വെള്ളമെല്ലാം തോന്നിയെന്ന് വിചാരിച്ചാൽ ഇറങ്ങിയാൽ നമ്മളെ ഷൂ ചെളിയിൽ മുങ്ങും. പിന്നെ ആ ഷൂ ഒന്നിനും പറ്റൂല. പിന്നെ അന്ന് സൽക്കാരത്തിന് പോകാൻ പറ്റൂല. അപ്പം നമ്മുടെ മുന്നിലുള്ള നല്ല മനുഷ്യന്മാരുണ്ട്, അവരെ അവലംബിക്കും വേണം. ഒരു നമ്മൾ ചളി ചാടിക്കാൻ വേണ്ടിയും കളിക്കും, ഓരെയും നോക്കണം. അപ്പം ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ. മറ്റത് പ്രശ്നമുള്ള കാര്യമല്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ കക്കൂസിലെത്തുന്ന സാധനമാണ്. അതുകൊണ്ട് നിനക്ക് ഈ ദുനിയാവിൽ കുറഞ്ഞ കാര്യം അത്രയേ ഉള്ളൂ. മറ്റതെന്തല്ല, നിന്റെ പടച്ച തമ്പുരാൻ്റെ പൊരുത്തത്തിൻ്റെ മാർഗമാണ് എന്ത്? ഹിദായത്ത്. അതുകൊണ്ട് ഇത് നീ അറിയൽ നിനക്ക് നിർബന്ധമാണ്. അത് ഞാൻ അറിയില്ല, ഞാനൊരു മോലിയരല്ലല്ലോ, ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ ഉസ്താദ്, അങ്ങനെ പറ്റൂലട ചങ്ങായി. അവസാന കാലാകം നാടാകെ പള്ളി ഉണ്ടാവും. ആ പള്ളിയിൽ പള്ളിയാട് കയറാം, അത് പറ്റൂല ചങ്ങാതി. ഇജ് പഠിക്കണം എന്ത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിൽ കയറി, ഒരു യാത്രയിൽ ഒരു പള്ളിയിൽ കയറി. പള്ളിയിൽ കയറിയപ്പോൾ ആ ളുഹർ നിസ്കാരത്തിനാണ് കയറുന്നത്. അപ്പോൾ അവർ തസ്വീബ് പറഞ്ഞു. തസ്വീബ് പറഞ്ഞാൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം. അത് ഖദരിയാക്കള പള്ളിയാണ്. ഫവസബ മിനൽ മസ്ജിദ്. ഈ വൃത്തിയിട്ട ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞ് പാഞ്ഞു. ഏതായാലും കയറിയല്ലേ, നമുക്ക് നിസ്കരിച്ചു പോകാന്നവരെ പറഞ്ഞില്ല. കുറച്ച് മരുഭൂമി പോയി നിസ്കരിച്ചു. കാരണം ഇത് നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഇത് ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം അഹഖു അൻ തഖൂമ ഫീഹി. മസ്ജിദുൻ ഒരു പള്ളി, ഉസ്സിസ അല തഖ്വാ അതിനെ അടിത്തറയിട്ടത് തന്നെ എന്തുമ്മലാണ്? തഖ്വ. തഖ്വ പറഞ്ഞാൽ പരലോകത്ത് രക്ഷപ്പെടണം. ഞാൻ തഖ്വയുടെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? തഖ്വയുടെ അർത്ഥം പറഞ്ഞത് എന്താ? തഖ്വയുടെ അർത്ഥം തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ പരലോകത്ത് അപകടം വരുന്ന കാര്യങ്ങളെ ദുനിയാവിൽ സൂക്ഷിക്കലാണ് എന്ത്? അതാണ് തഖ്വ. അതാണ് തഖ്വ. എന്താ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ പറയും. തഖ്വ എന്ന് പറഞ്ഞാൽ പരലോകത്ത് മുത്തഖി. മനിൽ മുത്തഖി? മുത്തഖി എന്നാൽ അൽ മുത്തഖി. അൽ മുത്തഖി, മുത്തഖി എന്നാൽ ഡെഫിനിഷൻ ഇസ്മുൻ ലിമൻ യഖി നഫ്സഹു അമ്മാ യളുറുഹു ഫിൽ ആഖിറ. അമ്മാ യളുറുഹു ഫിൽ ആഖിറ. തന്നെ മുത്തഖി. അൽ മുത്തഖി. മുത്തഖി പറഞ്ഞാരാ? മുത്തഖി എന്നത് ഇസ്മുൻ, ഒരാളുടെ, ലിമൻ ഒരാൾക്കുള്ള നാമമാണ്. യഖി അയാൾ സൂക്ഷിക്കും, നഫ്സഹു അവൻ്റെ നഫ്സിനെ ദുനിയാവിൽ സൂക്ഷിക്കും. അമ്മാ യളുറുഹു ഫിൽ ആഖിറ ആഖിറത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ്റെ നഫ്സിനെ ദുനിയാവിൽ സൂക്ഷിക്കുന്നവൻ്റെ പേരാണ് എന്ത്? മുത്തഖി. മുത്തഖി എന്ന സുന്നത്ത് നിസ്കരിക്കണമെന്നല്ല, അത് മുഖറബ. മനസ്സിലായില്ല? മുത്തഖി എന്നാൽ ആരാ? ഒരാളും സുന്നത്ത് നിസ്കരിക്കും, അത് കഴിഞ്ഞിട്ട് കണ്ടവരെ പറ്റിയൊക്കെ ഗീബത്ത് പറയും. മുത്തഖിയാണോ? മുത്തഖിയല്ല, മുഖറബല്ല. മുത്തഖിയായിട്ടേ എന്താകൂ? ഒക്കെ ഓൻ കള്ളന. മുത്തഖിയായി നടിക്കാണ്. മനസ്സിലായില്ല? ഒരാൾ സുന്നത്ത് നിസ്കരിച്ചോണ്ട് ആരാവൂല,
എടോ, ഒരാൾ സർക്കിൾ ഇൻസ്പെക്ടർ ആകണമെങ്കിൽ ആദ്യം അവനെ പോലീസ് എടുക്കണ്ടേ? യെസ്, പോലീസ് എടുക്കൂല, പക്ഷെ സർക്കിളാക്കി തരാം. അങ്ങനെ ഉണ്ടാവുമോ? ചങ്ങായി പറയേ, ഒരാളെ പോലീസ് എടുക്കാന്ന് വന്നാലല്ലേ നീ ഓന്റെ തസ്തിക സർക്കിൾ ഇൻസ്പെക്ടറോ അതല്ല DIG-യോ പറ. അത് പിന്നെ തീരുമാനിക്കണാണ്. അവറേജ് ഓനെ എന്തിനൊക്കെ പറ്റണം പറേ. ഓനെ പോലീസൊക്കെ പറ്റണ്ടേ? പോലീസൊക്കെ പറ്റിയാലല്ലേ പിന്നെ ഓന്റെ തസ്തിക ആലോചിക്കണ്ടുള്ളൂ. അപ്പൊ മനസ്സിലാണ്ട് പറഞ്ഞത് ഇവിടെ അടിസ്ഥാനമായി ആകേണ്ടത് എന്താ? മുത്തഖി, ഹുദല്ലിൽ മുത്തഖീൻ. അടിസ്ഥാനം ആരാ മുത്തഖി? മുത്തഖി എന്ന് പറയേ മുത്തഖി. അങ്ങനെ മുത്തഖി ആണ്ട ആ വർത്താനം പറയാൻ പാടില്ല. മുത്തഖി ആകൽ നിർബന്ധമാണ്. മുഖറബാണ്ട നോക്കണേ പറയാം. അങ്ങനെ എന്താകണം? മുത്തഖി ആകാതെ നടക്കൂല. മുത്തഖി നിർബന്ധ. മുഖറബ് പിന്നത്തെ കാര്യം. മുഖറബ് എന്ന സുന്നത്ത് കൊണ്ട് മുത്തഖി തന്നെ പിന്നെന്ത് ചെയ്യും? മുഖറബാകാൻ നോക്കും. അതായത് മുത്തഖി ആയതിനു ശേഷം ഓനെ പോലീസ് എടുക്കണം. ഓനെ മുത്തഖി ആയിട്ട് പിന്നെ ആവണതാണ് എന്ത്? മുഖറബാകല്. മനസ്സിലായില്ലേ? അതിന് മുത്തഖി ആവുക എന്ന് പറഞ്ഞാൽ എന്താ? പരലോകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെ ദുനിയാവിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ അവന്റെ പേരാണ് എന്ത്? മുത്തഖി. പരലോകത്ത് 2 കാര്യം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, വേറൊരു കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആകെ പരലോകത്ത് 2 കാര്യമുള്ളൂ. ഒന്ന് വാജിബാത്ത് വീട്ടിയോ, ഒന്ന് ഹറാമ് ചെയ്തോ. ബസ്. സുന്നത്ത് പരലോകത്ത് വയ്ക്കില്ല. സുന്നത്തിന്റെ ഇത് റാട്ടമൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും. സുന്നത്ത് ചെയ്തേക്കണമെങ്കിൽ അതിനാദ്യം അവൻ ആരാകണം? മുത്തഖി ആയാലും ഇവിടെ റാട്ടമൊക്കെ കയറ്റണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഓനെ കയറ്റണല്ലോ. അതൊക്കെ ആയിക്കോട്ടെ. ഈ മുത്തഖി നിങ്ങളെ സാധനമാണ് തൂക്കുക. മറ്റോനെ എന്തെന്നല്ല തൂക്കൽ വേറെ ഏരിയയില. ആദ്യം ഇവിടുന്ന് തന്നെ അവൻ പൊട്ടി. ഇവൻ ആരല്ല, മുത്തഖിയല്ല. പിന്നല്ല മീസാനിലൊക്കെ എത്തണമെങ്കിൽ നേരെ എത്ര കഴിയും? എന്താ മുത്തഖി? മുത്തഖി 2 കാര്യം സൂക്ഷിക്കുക. ഒന്ന്, വാജിബാത്തുകൾ ചെയ്യുക, ഹറാമുകൾ ചെയ്യാതിരിക്കുക. കഴിഞ്ഞു. ആകെ 2 കാര്യം കൊണ്ട് മുത്തഖിയാവും. മൂന്നാമത്തെ ഒരു കാര്യമല്ല. സുന്നത്ത് മുത്തഖി അങ്ങനെ ആവശ്യം തന്നെയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കുറെ സുന്നത്ത് കൂട്ടല്ല ഈ വേണ്ടത്. ഈ ആദ്യം ആരാഗ് മുത്തഖി. ഇത് പരിശുദ്ധ ഖുർആൻ ഷരീഫാണ് ഈ കിടക്കുന്നത്. ഈ ഖുർആൻ ഷരീഫിന്റെ ആളായി നീ മാറണമെങ്കിൽ, വിഷയം നീണ്ടു പോകരുത്, ഇത് ഖുർആൻ ഷരീഫാണ്, വളരെ പഠിക്കണം. ഇത് ഖുർആൻ ഷരീഫാണ്. ഈ ഖുർആൻ ഷരീഫിന്റെ ആളെന്ന് പറയാൻ നിനക്ക് അർഹത ഉണ്ടാവണമെങ്കിൽ ബേസിക് അർഹത എന്താണ്? മുത്തഖിയാല. കാരണം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ. ഇത് ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. ബസ്. ഒരാൾ മുത്തഖിയായാൽ മാത്രമേ ഇതിനൊരു അർഹതയുള്ളൂ. ഞാൻ ഖുർആന്റെ ആളാ എന്ന് പറയുകയാണെങ്കിൽ ബേസ്മെന്റിൽ ഓൻ ആരാകണം? ബസ്. മനസ്സിലായി പറഞ്ഞ അത്രയേ ഉള്ളൂ. അല്ല പിന്നെ അവൻ ഇതിന് അർഹതല്ല. അവൻ അർഹത ഉണ്ടാവണമെങ്കിൽ അവൻ ആരാകണം? മുത്തഖി. ആരാ മുത്തഖി? ഇസ്മുൽ ലിമൻ യഖീ നഫ്സഹു അമ്മാ യദുറുഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് ദുനിയാവിൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിച്ചാൽ ആരായി? ആഖിറത്തിൽ ആകെ 2 കാര്യത്തിൽ ബുദ്ധിമുട്ടാവുള്ളൂ. ഒരാൾ കറാഹത്ത് ചെയ്തുകൊണ്ട് ആഖിറത്ത് തല്ലിട്ടൂല. എന്തുകൊണ്ട്? യുസാബു അലാ തർക്കിഹി വലാ യുആഖബു അലാ ഫിഅലിഹി. ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട്, ചെയ്തതുകൊണ്ട് ശിക്ഷയില്ല. അതാണ് എന്ത്? കറാഹത്ത്. ഒരു ഹലാല് ചെയ്തതുകൊണ്ട് പ്രശ്നമുണ്ടോ പരലോകത്ത്? ഇല്ല. ഫിഅലുഹു വതർക്കുഹു സവാഉൻ. അത് ചെയ്യലും ചെയ്യാതിരിക്കലും തുല്യാണ്. സുന്നത്ത് കൊണ്ട് പരലോകത്ത് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ പ്രതിഫലമുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നും ഇല്ല. നിയമങ്ങൾ 5 ആണ്. അൽ വാജിബാത്തു വൽ മുഹറമാത്തു വൽ മനസ്സിലായില്ലേ, വൽ ഹലാലു വൽ മക്റൂഹാത്തു, പിന്നെ അന്നവാഫിലു, സുന്നത്ത്. അപ്പോൾ വാജിബാത്ത്, വാജിബ്, ഹറാം,
വാജിബ്, 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 സുന്നത്ത്, ഹറാമ്, കറാത്ത്, ഹലാല്. വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാത്ത്, ഹലാല്. ഈ 5 നിയമങ്ങളിൽ പരലോകത്ത് നിനക്ക് പ്രശ്നം ഉണ്ടാവൽ 2 നിയമങ്ങൾ മാത്രം. മറ്റു 3 എന്നെ ബാധിക്കുന്നതേ അല്ല. വാജിബ് ചെയ്തില്ലെങ്കിൽ പരലോകത്ത് പിടികൂടും. ഹറാമ് ചെയ്താലും പരലോകത്ത് പിടികൂടും. സുന്നത്തോ ചെയ്താൽ നിനക്ക് പരലോകത്ത് നേട്ടം കിട്ടും, ചെയ്തില്ലെങ്കിൽ പിടികൂടുക ഇല്ല. കറാത്ത് ചെയ്തില്ലെങ്കിൽ നിനക്ക് പരലോകത്ത് കൂലി കിട്ടും, ചെയ്താൽ പിടികൂടുക ഇല്ല. ഹലാല് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ്, ഒരുപോലെ. ഇപ്പൊ ഇന്ന് രാവിലെ ചായ കുടിച്ചോ, കുടിക്കാതിരിക്കുക സൗകര്യം പോലെ ചെയ്തള. ഒന്ന് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്, വൈകുന്നേരം വരെ വെള്ളം കുടിച്ചോ, ആയിക്കോട്ടെ, അത് ഹലാലാണ്. എന്ത് വെള്ളം കുടിച്ചു ചായ കുടിക്കാൻ നമ്മൾ പഠിച്ചോണ്ടല്ലോ ഇല്ല. സവാവൻ, അതായത് ഒരു വ്യത്യാസം നടിയില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പൊ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഇത് നമ്മൾ ഈ ലോകത്തെ അടിസ്ഥാന ആവശ്യമാണ് മുത്തഖിയാകണം. മുത്തഖിയാകൽ ആദ്യമായി ഫിഇലാണ്. ഇപ്പം മുഹറമാത്തും വാജിബാത്തും ആദ്യം നമ്മൾ മസ്ലക്ക് ക്ലിയർ ആക്കണം, റൂട്ട് മനസ്സിലാവേണ്ട പറഞ്ഞു. വിശ്വാസ കാര്യങ്ങളില്ല, റൂട്ട് ക്ലിയർ ആക്കണം. റൂട്ട് ക്ലിയർ കമ്മി ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചോ പരിഹരിച്ചു തരും. എന്തുകൊണ്ട് എന്താക്കിയിട്ടുണ്ട്, റൂട്ട് ക്ലിയർ ആക്കി. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പറ അത് സുന്നി മുജാഹിദ് അതൊന്നും ഇന്നത്തെ കാലത്ത് കണക്കില്ല. എന്നപ്പോ സ്റ്റേജുമൊക്കെ പറയാം മനുഷ്യന്മാർ. എന്തൊരു കാര്യം പഠിച്ചു തമ്പുര, തലയെ കിട്ടിയ വലിയ വലിയ മനുഷ്യന്മാർ, ചില അഹ്ലു ബൈത്തിലേക്ക് ചേർക്കപ്പെട്ടവർ വരെ ഇതൊന്നും പറയാനും വയ്യ. ഒരു അന്തോല്യത സംസാരിക്കുക. മനുഷ്യൻ ഈ ലോകത്ത് ഈ ലോകത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താ പ്രശ്നം ഉണ്ടാക്കണോനാരാ? അതാദ്യം പറയും. ആരവിടെ പ്രശ്നം ഉണ്ടാക്കണം? അല്ലാഹു. എന്തേ അല്ലാഹ് അറിയാത്തൊരു പ്രശ്നപ്പെടണ്ടാവോ? ഇതൊക്കെ നിന്റെ പരീക്ഷണം ചെയ്ത് മനസ്സിലാക്കണം. അള്ളാഹുവിനെ ആദ്യം നമ്മൾ വിശ്വസിക്കണം. ഇവിടെ പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതോ മനസ്സിലാവുണ്ട് പറഞ്ഞത്.